നീ എന്താ പറഞ്ഞേ? ജാമ്യത്തിലിറങ്ങിയ മഹാദേവൻ തമ്പി മതികലയ്ക്ക് ഭീഷണിയായി മാറുന്നു. രവിക്ക് ജാമ്യം കിട്ടാത്തതിന് പിന്നിൽ മതികലയാണെന്ന് തമ്പി. വയലോരം വീട്ടിലെത്തിയ മതികലയെ CI മുംതാസ് അറസ്റ്റ് ചെയ്യുന്നു. സ്റ്റേഷനിലെത്തുന്ന ഡാഡി മതികലയെ കൂട്ടിക്കൊണ്ടുപോകുന്നു. തുടർന്ന് കാണുക. എന്റെ ഈശ്വരന്മാരെ, സന്തോഷമായി. എന്റെ മനസ്സ് കുളിർത്തു. ആ ഒരുമ്പെട്ടവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നേരിൽ കാണിച്ചു തന്നല്ലോ. ഞാനൊന്നും പറഞ്ഞില്ലേ അപ്പച്ചമ്മേ, അണയാൻ പോകുന്ന തീയുടെ ആളിക്കത്തല് പോലെ അവളുടെ കാര്യമൊന്ന്. അതാ നമ്മൾ കണ്ടത്. കലയെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു മുംതാസ് മാഡം. എല്ലാ തെളിവുകളും ആയപ്പോ അവളെ അറസ്റ്റ് ചെയ്തു. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല അപ്പച്ചമ്മ അവൾക്ക്. ഇത്തവണ മതികല ഉറപ്പായിട്ട് ശിക്ഷിക്കപ്പെടും. നിരപരാധികളെന്ന് കണ്ട് അവരെ 3 പേരെയും കോടതി വെറുതെ വിടുകയും ചെയ്യും. അല്ല മോളെ, ശിവാനി എവിടെയാണെന്ന് കണ്ടെത്തണ്ടേ? അത് പോലീസ് കണ്ടെത്തും അപ്പച്ചമ്മേ. അതിനുവേണ്ടി തന്നെയല്ലേ മുംതാസ് മാഡം അവളെ കൊണ്ടുപോയത്. അവക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ല ഇടി കിട്ടുന്നുണ്ടാവും. ഈ കൈ കൊണ്ട് കനത്തിൽ ഒരെണ്ണം കൊടുക്കാൻ പറ്റിയല്ലോ, അത് മഹാഭാഗ്യം. ശിവാനിയല്ലേ മരിച്ചതെന്ന് തീർച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് നമ്മുടെ മക്കളുടെ പേരിൽ ചാർത്തിയ കുറ്റം ഇല്ലാതാവില്ലേ? അതില്ലാതാവും. അതിനൊക്കെ നിയമത്തിന്റെ കുറെ നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ. ഏതായാലും ഇനി ജാമ്യം കിട്ടുന്നത് എളുപ്പമാവും. എല്ലാം കലങ്ങി തെളിയാൻ പോവാന്ന് മനസ്സ് പറയുന്നപ്പച്ചമ്മേ. കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ CI മുംതാസ് മാഡം എത്തി. ജാമ്യം നേടിത്തരാൻ ജസീം സവിത നമ്പ്യാർ വക്കീലും പിന്നാലെ തമ്പിസാറും എത്തി. ഒടുവിലിതാ മതികല അറസ്റ്റിലുമായി. കുടിച്ച കണ്ണീരിനോ അനുഭവിച്ച യാതനകൾക്കും അവസാനമായെന്ന് തന്നെ കരുതാ അപ്പച്ചമ്മേ. എന്നെ മാത്രമല്ല, സകലരെയും ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ഡാഡി. ആകെ ഒരു വെടിയും പുകയല്ലായിരുന്നോ? പാവം CI മുംതാസ് മാഡത്തിന് ഇപ്പോഴും ഒന്നും റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ലേറ്റ് ആവന്താലും ലേറ്റസ്റ്റ് ആവരും. അതാണ് ഈ ഡാഡിയുടെ സ്റ്റൈൽ. നമ്മള് മലഞ്ചെരവിലേക്ക് തട്ടിയ ആ അയ്യപ്പൻ കുട്ടി പറഞ്ഞിട്ടായിരുന്നല്ലോ മുംതാസ് വണ്ടിയിലെ എണ്ണയും കത്തിച്ചു കളഞ്ഞ് ഇങ്ങനെ കടന്ന് ഓടിയത്. എന്തൊക്കെ അട്ടഹാസങ്ങളായിരുന്നു. എന്നെ ശിവാനിയുടെ ശവം കിടന്നെടുത്ത് കൊണ്ടുപോകുന്നു, എന്നെ കൊണ്ട് കാപ്പ എഴുതിപ്പിക്കുന്നു, SI അൻവറിനെ നിർത്തി പൊരിക്കുന്നു, കാഴ്ചക്കാരായി നോക്കി നിർത്തി വയലോരം വീട്ടുകാരെ ആനന്ദത്തിൽ ആറാടിപ്പിച്ച് എന്നെ കസ്റ്റഡിയിലെടുക്കുന്നു. എന്റെ ഡാഡി ഓർക്കുമ്പോ ഉണ്ടല്ലോ തല കുത്തി നിന്ന് ചിരിക്കാൻ തോന്നുവാ. മുംതാസിന്റെ അട്ടഹാസങ്ങളൊക്കെ വെറുതെ ആയില്ലേ മോളെ? ഇനി അവർ ചീറ്റിപ്പോയ ഒരു ഏറുപടക്കം. അതെ ഡാഡി, ഇത്രയും മെനക്കെട്ട മുംതാസിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ഒരു നല്ല പണി കൊടുക്കണം. അയ്യപ്പൻ കുട്ടി ചെന്ന് വീണതിനേക്കാൾ ദൂരത്തിലേക്ക് അവള് ചെന്ന് വീഴണം. പണിയെന്ന് പറഞ്ഞ അതുക്കും മേലെ ഒരു പണി കൊടുക്കാം മോളെ. ഡാഡി ഒന്ന് വിരലമർത്തിയാൽ റാൻ മൂളി നിൽക്കുന്ന കാക്കി നക്ഷത്രങ്ങളുടെ ഒരു ക്യൂ തന്നെ ഉണ്ടാവും. പോലീസിന് പുല്ല് വില പോലും കൽപ്പിക്കാത്ത ചില അതിർത്തി സ്റ്റേഷനുകളുണ്ട്. മുംതാസിനെ നമുക്ക് അവിടേക്ക് തട്ടാം മോളെ. വേണം ഡാഡി. അതിന്റെ കൂടെ വേറൊരു പണി കൂടെ കൊടുക്കണം. എനിക്കുണ്ടായ മാനനഷ്ടത്തിന് വലിയൊരു തുക കോമ്പൻസേഷനായി ആവശ്യപ്പെട്ട ഒരു പരാതി കൂടെ നീക്കണം. എല്ലാം എനിക്ക് വിട്ടേക്ക് മോളെ. മുംതാസിന് ആ കസേരയിൽ സ്വസ്ഥമായിട്ടിരിക്കണമെങ്കിൽ നിന്റെ കാൽ കീഴിൽ വന്ന് മാപ്പിരക്കേണ്ടി വരും. എന്റെ മെന്റൽ സർട്ടിഫിക്കറ്റ് കാട്ടി ഡാഡി ഒരു ഗംഭീര സീൻ ഉണ്ടാക്കിയപ്പോ തന്നെ അവള് പകച്ചുപോയി ഡാഡി. വയലോരം വീടിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമായിരിക്കണം. എല്ലാം മുന്നേ കൂട്ടി കണ്ട് ഒരു മെന്റൽ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി വെച്ച മോളുടെ മിടുക്കുണ്ടല്ലോ. ഡാഡി അത് സമ്മതിച്ചു തന്നിരിക്കുന്നു. ഭ്രാന്തെന്ന് വെച്ചാ ഭ്രാന്തുള്ളവര് പോലും തോറ്റു പോകുന്ന ഭ്രാന്ത്. എല്ലാം എന്തിനു വേണ്ടി? ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി. കോളിളക്കം സൃഷ്ടിച്ച ശിവാനി വധക്കേസിൽ നിന്ന് തലയൂരാൻ ഈ മെന്റൽ സർട്ടിഫിക്കറ്റ് കൊണ്ട് കഴിഞ്ഞില്ലേ ഡാഡി? പക്ഷേ മോളുടെ ഭാഗം ക്ലിയർ ചെയ്യാനുള്ള ഓട്ടത്തിനിടയിൽ ഡാഡിക്കൊരു ചെറിയ പാളിച്ച പറ്റി. എന്ത് പാളിച്ച? ആ മഹാദേവൻ തമ്പി ജാമ്യത്തിലിറങ്ങിയില്ലേ മോളെ, അത് ഡാഡിക്ക് ചെറിയൊരു തിരിച്ചടിയായിപ്പോയി. രവിക്കും തമ്പിക്കും ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ഞാനവിടെ നടത്തിയിരുന്നു.
പക്ഷെ തമ്പി എങ്ങനെയോ ജാമ്യം നേടിയെടുത്തു. ജാമ്യം കിട്ടിയ ഉടൻ മഹാദേവൻ തമ്പി ബാംഗ്ലൂരിൽ നിന്ന് പറന്നിറങ്ങിയത് എന്റെ മുമ്പിലേക്കായിരുന്നു. എന്നോടുള്ള അമർഷം മുഴുവൻ അയാൾ വിളിച്ചു പറഞ്ഞു. ആ കൂട്ടത്തിൽ അയാൾ എന്നെ ഒരു അടിയും അടിച്ചു. അതിന്റെ ചൂട് ഇപ്പോഴും എന്റെ ഈ കവിളിലുണ്ട്. തമ്പി നിന്നെ അടിച്ചെന്നോ? റിലാക്സ് ഡാഡി, ഡോണ്ട് വറി. എന്റെ നേരെ കൈ പൊങ്ങിയതിന് മഹാദേവൻ തമ്പിക്ക് അതിലും വലിയ തിരിച്ചടി ഞാൻ കൊടുക്കും. തൽക്കാലം ഡാഡി ഇതിൽ ഇടപെടണ്ട. ഓക്കേ മോളെ. തമ്പി ഇപ്പോ എന്റെ വീഴ്ച കാണാനായിട്ട് കറങ്ങി നടക്കുക. അതുകൊണ്ടാണല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പാഞ്ഞെത്തിയത്. എന്നെ സെൻട്രൽ ജയിലിലേക്ക് യാത്ര അയക്കാനുള്ള സന്തോഷം ആ മുഖത്തുണ്ടായിരുന്നു. ജീവപര്യന്തം ശിക്ഷ വാങ്ങി ഞാൻ അകത്ത് കിടന്നിരുന്നെങ്കിൽ മാസത്തിൽ 4 വട്ടം എന്നെ കാണാൻ വേണ്ടി അയാൾ വന്ന് സന്ദർശകരുടെ രജിസ്റ്റർ ബുക്കിൽ പേരെഴുതി ഒപ്പുവെക്കുമായിരുന്നു. വിസിറ്റിംഗ് ഏരിയയിൽ കയറി വന്ന് അയാൾ ഒരുമാതിരി ചിരിയും ചിരിച്ച് നിന്നേനെ. ഡാഡി എന്ന ഈ അവതാരം കൃത്യസമയത്ത് അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലേ മോളെ? മഹാദേവൻ തമ്പി മനക്കോട്ട് കെട്ടിയതൊക്കെ നീർക്കുമിള പോലെ പൊട്ടിച്ചു കളഞ്ഞുകൊണ്ട് നിന്റെ ഡാഡിയാണ് ഞാനെന്ന് തമ്പിയുടെ മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിച്ചു ഞാൻ. എല്ലാം കൊണ്ടും ഈ മോക്ക് സന്തോഷമായി ഡാഡി. എനിക്കത് മതി. ഇനി എന്റെ മോള് ഒരിത്തിരി നേരം റിലാക്സ്. റിലാക്സ് ചെയ്യാൻ സമയമായില്ല ഡാഡി. അതിനു മുമ്പ് എനിക്കൊരിടം വരെ പോവാനുണ്ട്. എവിടേക്കാ മോളെ? ഇതൊരു പോക്കാ ഡാഡി. വന്നിട്ട് പറയാം. ഓക്കെ ഓക്കെ, പോയിട്ട് വാ. എന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ തന്നെയാ മതികല. അല്പം മുമ്പ് ഇതേ സ്ഥലത്ത് നിന്ന് സ്ഥലം സർക്കിൾ ഇൻസ്പെക്ടർ മുംതാസ് മാഡം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ മതികല തന്നെയാ. ജാമ്യത്തിൽ ഇറങ്ങിയതൊന്നും അല്ല കേട്ടോ. അറസ്റ്റ് രേഖപ്പെടുത്താൻ എടുത്ത പേന മുംതാസ് മാഡത്തിന് താഴ്ത്തി വെക്കേണ്ടി വന്നു. ശിവാനിയുടെ ആത്മഹത്യക്ക് പിന്നിലുള്ള ചുരുളഴിക്കാൻ വേണ്ടി മുംതാസ് മാഡം വിയർപ്പൊഴുക്കിയത് വെറുതെ ആയിപ്പോയി. ശിവാനി കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്നറിഞ്ഞ് സാക്ഷാൽ മഹാദേവൻ തമ്പിയും വന്നു. ഞാനൊരു പിശാചാണെന്നും പറഞ്ഞ് അങ്ങേരെന്റെ നെറ്റിയിൽ ഒരു കുരിശും വരച്ച് നിൽക്കുമ്പോഴായിരുന്നു പോലീസ് സ്റ്റേഷനിലെ ആ സീനിന്റെ ക്ലൈമാക്സ്. കൃത്യസമയത്ത് എന്റെ ഡാഡി ഒരു ദൈവദൂതനെ പോലെ അവിടേക്ക് പറന്നിറങ്ങി. എന്റെ മെന്റൽ സർട്ടിഫിക്കറ്റ് ഉയർത്തിക്കാട്ടി മുംതാസിന്റെ ഡാഡി ഒരാളെ കലക്കി. പിന്നെ പോലീസ് കമ്മീഷണർ, ADGP, അങ്ങനെ മുംതാസിന്റെ തലയ്ക്ക് മുകളിലിരിക്കുന്നവരുടെ വിളിയും ശകാരവും കൂടി ആയപ്പോ സെല്ല് തുറന്നു തന്ന് എനിക്ക് ടാറ്റയും തന്ന് പറഞ്ഞു വിടേണ്ടി വന്നു ആ പാവം പെൺസിംഹത്തിന്. എന്നെ ഈ മുറ്റത്ത് നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ സന്തോഷത്തിലായിരുന്നല്ലോ നിങ്ങള്. അപ്പൊ തോന്നി ആദ്യം നിങ്ങളെ തന്നെ വന്നൊന്ന് കാണണമെന്ന്. എന്താ എന്താ നിങ്ങൾ കരുതിയത്? ഞാൻ ഇനി പുറം ലോകം കാണില്ലെന്നോ? ജാമ്യം പോലും കിട്ടാതെ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ച് ഞാൻ അകത്തു കിടക്കുമെന്നോ? ഇപ്പം മനസ്സിലായില്ലേ ശിവാനി കേസില് ജീവപര്യന്തം അകത്ത് കിടക്കാൻ പോകുന്നത് ആരാണെന്ന്? നിങ്ങളുടെ ബാലേട്ടനും മനസ്സിജനും പിച്ചളയും ഒന്നും ഇനി പുറം ലോകം കാണില്ല. മതികലയായി പറയുന്നേ. എടീ, നിനക്ക് നിന്റെ പുതിയ ഡാഡിക്കൊക്കെ വലിയ സ്വാധീനവും പിടിപാടും ഒക്കെ കാണും. അതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും
നിന്നെ പോലെയുള്ളവര് പോലീസിന്റെ നിയമത്തിന്റെ ഒക്കെ പിടിയിന്ന് രക്ഷപ്പെടും. അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ തടിയൂരി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിന്റെ പ്രസംഗവും പ്രഭാഷണവും ഒക്കെ കഴിഞ്ഞെങ്കിൽ വണ്ടി കയറി വേഗം സ്ഥലം വിട്ടോ. ഇത് വയലോരം വീടാ, കണ്ട അസത്തുകൾക്ക് വന്നു കയറാനുള്ളതല്ല. അതെ, മതികല അസത്ത് തന്നെ, ഒരു ദയും ഇല്ലാതെ പെരുമാറുന്നവളാ. അതുകൊണ്ടാ ഇപ്പൊ മൂന്നാക്കും ഇങ്ങനെ കണ്ണീര് കുടിക്കേണ്ടി വരുന്നത്. നിർത്തടി. ആരുടെ കാലനായിട്ടാടി നീ ഇപ്പൊ ഇങ്ങോട്ട് ഓടി വന്നേ? സത്യത്തിന്റെ മുഖം നീ എത്ര നാൾ മൂടിക്കെട്ടുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. മൂടിക്കെട്ടാനോ? ഇനി എന്തിനാ മൂടിക്കെട്ടുന്നേ? അന്ന് ഈ പടിയിറങ്ങിപ്പോയ ശിവാനി ആത്മഹത്യ ചെയ്യുമെന്ന് നിങ്ങൾ കരുതില്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ ഊഹാപോഹങ്ങൾ പോലെ തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ശിവാനി തിരിച്ചു വരാത്തിടത്തോളം കാലം ഈ വീട്ടിലെ ആണുങ്ങൾക്ക് ജയിലിൽ നിന്ന് മോചനം ഉണ്ടാവാൻ പോകുന്നില്ല. ശിവാനി ഒരു കാലത്തും തിരിച്ചു വരത്തൂല്ല. അവളെ ഞാൻ നിങ്ങളെല്ലാവരും കൂടെ തല്ലിക്കൊന്നു കൊക്കയിലെറിഞ്ഞ ശിവയുടെ അടുത്തേക്ക് തന്നെ പറഞ്ഞയച്ചു. എന്താ പോരെ? CI മുംതാസിന്റെ അന്വേഷണവും കണ്ടെത്തലൊക്കെ കൃത്യമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം? എടീ, നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോടി? ഒരു മനസാക്ഷി ഇല്ലാതെ ഇങ്ങനെ ദ്രോഹിക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് കുറ്റമാടി നിന്നോട് ചെയ്തത്? ഇപ്പൊ ഇറങ്ങിക്കോണ്ട ഈ മുറ്റത്തുനിന്ന്. നീ ചവിട്ടുന്ന മണ്ണിലെ പുല്ലുകൂടി കരിഞ്ഞു പോകും. എടി അസത്തെ, എറിപ്പൊയ്ക്കോടി ഇവിടുന്ന്. സീതേ, ആ ചൂലിങ്ങെടുക്ക്. ഇവളെ ഈ മണ്ണിൽ നിന്ന് ചൂലുകൊണ്ട് അടിച്ചിറക്കണം. വയലോരം വീടും ഞങ്ങളുമായിട്ട് നിനക്കൊരു ബന്ധവും ഇല്ല. ഇറങ്ങിപ്പോടി ഇവിടുന്ന്. ചെലക്കാതെ നിക്കവിടെ. പോരട്ട കിളവി. മുംതാസ് എന്നെ ഈ മുറ്റത്ത് നിന്ന് കൊണ്ടുപോവാൻ നേരം ഈ ചുക്കി ചൊളിഞ്ഞ കൈകൊണ്ടേ എനിക്കൊരു സമ്മാനം തന്നായിരുന്നു. എന്റെ കരണത്ത് കൈവച്ചതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഞാൻ തരാം. ഈ വീട്ടിലുള്ളവരുടെ സമാധാനത്തിന് വേണ്ടി നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാനാ എന്റെ വിധിയെങ്കിൽ ഞാനത് ചെയ്യും. വേണ്ടെങ്കിൽ ഇവിടുന്ന് വേഗം ഇറങ്ങി പൊയ്ക്കോളൂ. നീ പോകാം, പക്ഷേ ഈ പോക്ക് നിങ്ങളുടെ ഈ വയലോരം വീടിന്റെ നാശത്തിലേക്കായിരിക്കും. ഓർത്തോ? വണ്ടി എടുക്കണം. ആ മതികലയ്ക്കൊരു അവസാനമാകുന്നില്ലല്ലോ. പോലീസ് പിടിച്ചോണ്ട് പോയിട്ടും അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരികയെന്ന് വെച്ചാ ആ ഡാഡിയില്ലേ, ഡാനിയൽ ഡിസൂസ, അയാളങ്ങ് കൊമ്പത്ത് പിടിച്ചു കാണും. അതെ, അല്ലാതെ എങ്ങനെയൊന്നും വരില്ല. മുംതാസ് മാഡത്തിന് എന്തായാലും വിലക്കെടുക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ മുകളിൽ പിടിച്ച് വിളിച്ചു പറയിപ്പിച്ചത്. മതികലയെ ജയിലിലാക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുകളിൽ നിന്ന് ഉത്തരവ് വന്നു എന്നല്ലേ പറഞ്ഞത്, ഒന്നും ചെയ്യാതെ വിട്ടയക്കാൻ. അന്ന് നമ്മളെ പിടിച്ചു കൊണ്ടുപോയപ്പം ആ അൻവർ എസ് ഐ എന്ത് ശൗര്യ കാണിച്ചത്. അന്ന് അൻവർ എസ് ഐ വാങ്ങിയ പണത്തിന് നന്ദി കാണിച്ചു. ഇപ്പോഴും അതൊക്കെ തന്നെയാ സംഭവിച്ചത്. ആള് മാറി എന്നേ ഉള്ളൂ വ്യത്യാസം. മുംതാസ് മാഡം ആരാണ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കിയപ്പോ ഡാഡി അതിന് മുകളിലുള്ളവരെ സ്വാധീനിച്ചു. ഇതോടെ അവളുടെ അഹങ്കാരം പകയും കൂടും. അത് പിന്നെ പറയണ്ടല്ലോ. പോലീസിന് പോലും എന്നെ തൊടാൻ പറ്റില്ലാന്നും അട്ടഹസിക്കും അവള്. വയലോരം വീട്ടിൽ നിന്നും മതികലയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുന്നേ അവൾ അവിടെ എന്തോ തിരയുകയാണെന്നല്ലേ പറഞ്ഞത്. അതെന്തായിരിക്കും? സിജ, ഇതേപോലെ ഒരു സംഭവം മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാത്രി ആ മുറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് സീത കണ്ടിരുന്നു. അന്ന് ആ മുറിയിൽ കിടന്നിരുന്നത് ശിവാനിയാണ്. ശിവാനിയുടെ മുറിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്ന് പറഞ്ഞ സീത എൻ്റെ അടുത്ത് ഓടി വന്നത്. അപ്പം തന്നെ ഞങ്ങൾ രണ്ടാളും എല്ലായിടത്തും നോക്കിയെങ്കിലും ആരെയും കണ്ടില്ല. സീതയുടെ തോന്നലാണെന്ന് പറഞ്ഞ് ഞാനത് തള്ളിക്കളഞ്ഞു. ഓ, അപ്പൊ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അത് മതികല അയച്ച ആളായിരിക്കും. ആ മുറിയിൽ അവളുടേതായിട്ട് എന്താ ഉള്ളത്?
ഒരു പിടിയില്ല വെച്ചളെ. അന്ന് ആളെ വിട്ട് നോക്കിച്ചു, ഇന്നിപ്പോ നേരിട്ട് വന്ന് തിരഞ്ഞു. അപ്പോ അതിലെന്തോ കാര്യമുണ്ട്. ആള് മതികല ആയതുകൊണ്ട് എന്തും പ്രതീക്ഷിക്കാം. ഇനി ഒരു തെരച്ചിലും കുറച്ചു കാടലൊക്കെ ഉണ്ടാവും. പോലീസിനെ അവരെ കയ്യിലെടുക്കാനായ സ്ഥിതിക്ക് അവൾ ഇനി എന്തിനും മുതിരും. പോരാത്തതിന് അവളുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ഭ്രാന്തിനുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. അവള് നേരത്തെ തന്നെ ഉന്നം വച്ചിരിക്കുന്നത് കുട്ടുവിനെയാ. കുട്ടുവിനെ ദ്രോഹിക്കാൻ അങ്ങനെ അവള് മുതിർന്നാൽ അവളുടെ കളി പുറത്തേ നടക്കൂ. ചികിത്സ നടക്കുന്നിടത്തേക്ക് മതികലയ്ക്ക് അടുക്കാനാവില്ല. അതുകൊണ്ടല്ലേ നമ്മൾ പുറത്തെത്തിയിട്ട് കുട്ടിമണി അവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു തീരുമാനിച്ചത്. കുട്ടിമണി പെങ്ങൾക്കൊന്നും സംഭവിക്കില്ല ബായ്. നമ്മൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോവല്ലേ. ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തില് ലെവലേശം പോലും സംശയം വേണ്ട. നമുക്ക് 3 പേർക്കും ജാമ്യം കിട്ടിയിരിക്കും. കിട്ടില്ല, 3 ആൾക്കും ജാമ്യം കിട്ടില്ല. ഒരിക്കലും കിട്ടില്ല മോളെ. അതിനു വേണ്ട കരുക്കളൊക്കെ ഡാഡി നീക്കിയിട്ടുണ്ട്. ജാമ്യം സ്വപ്നം കണ്ട് ഏത് കൊമ്പത്തെ വക്കീലിനെ അയ്യപ്പൻകുട്ടി ഇറക്കിയാലും വയലോരം വീട്ടിലുള്ളവർക്ക് ജാമ്യം കിട്ടാൻ പോണില്ല. അവരെക്കാൾ പവറുള്ളവരല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നവർ. തെളിവുകളുടെ അഭാവമുള്ളതുകൊണ്ട് പ്രതികൾ പുറത്തിറങ്ങിയാൽ അത് കേസിനെ ബാധിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും നമ്മുടെ വക്കീല് കോടതിയിൽ ഒരു കാച്ചു കാച്ചും. ശിവയുടെ കൊലപാതകത്തിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമ്പോൾ ജാമ്യം തഥൈവ. എന്റെ ഡാഡി, ഈ വക്കീലന്മാരുടെ ലോ പോയിന്റ്സ് ഉണ്ടല്ലോ, അത് സമ്മതിക്കണം. ആ പോയിന്റുകളിൽ ചിലത് ഈ ഡാഡിയുടെ കൂടിയാ. ഓ ഗോഡ്. വയലോരം വീട്ടിലേക്ക് ഓടിക്കെതച്ചെത്താനുള്ള ആവേശത്തോടെ ആയിരിക്കും നാളെ 3 എണ്ണം കോടതിയിലേക്ക് വരിക. കേസ് വിളിക്കുന്ന ഊഴവും കാത്തിരിക്കുക. വിഖ്യാത വക്കീൽ സവിതാ നമ്പ്യാർ മാഡത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയെന്നറിയുമ്പോ എന്റെ ഡാഡി 3 ആളുടെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നല് കേറിപ്പോവും. കോടതി വരാതെ പോയി നിന്ന് ആ നിർണായക രംഗത്തിനൊന്ന് കൈയടിക്കണമെന്നുണ്ട്. അതിനുള്ള സമയമായിട്ടില്ല മോളെ. അറിയാം ഡാഡി, അന്തവും കുന്തവും കിട്ടാതെ തീക്കനലിൽ കിടന്ന് ചുട്ടുപഴുക്കുന്ന ഒരു ഇരുമ്പ് കഷ്ണം പോലെ 3 ആളും നിൽക്കുമ്പം വേണം ഞാൻ അവരുടെ മുമ്പിലേക്ക് എത്താൻ. അതല്ലേ ഡാഡി ഉദ്ദേശിച്ചത്? അതെ മോളെ, ഒരു കേസ് കെട്ടിച്ചമയ്ക്കാൻ അറിയാമെങ്കിൽ ആ കേസിൽ അവർക്ക് ജീവപര്യന്തം ശിക്ഷ മേടിച്ചു കൊടുക്കാനും നമുക്ക് ശേഷിയുണ്ടെന്ന് വയലോരം വീട്ടുകാരറിയണം. ആ ഒരൊറ്റ വിധി വന്നാൽ പോരെ മോളെ, വയലോരം വീട്ടുകാർ മൊത്തം കത്തിച്ചാമ്പലാവാൻ. മതി, വിചാരണ തുടങ്ങട്ടെ. പോലീസിനെ കൊണ്ട് നമ്മൾ ഫ്രെയിം ചെയ്യിക്കുന്ന കുറ്റപത്രമായിരിക്കുമല്ലോ അവര് കോടതിയിൽ സമർപ്പിക്കാൻ. ജീവപര്യന്തം ഉറപ്പാക്കാൻ പറ്റുന്നൊക്കെ അതിലുണ്ടാവും. അങ്ങനെ ഒരു നീണ്ട ശിക്ഷ കിട്ടി ജയിലിൽ കിടക്കുന്നവരെ ശിക്ഷയുടെ അവസാന വർഷത്തിൽ അവസാന മാസത്തിലെത്തി എന്റെ മോളൊന്നു പോയി കാണണം. ആ കൂടിക്കാഴ്ചയായിരിക്കും അവരെ ശരിക്കും തകർക്കുക. 1 വർഷത്തിനകത്ത് തന്നെ വിധി ഉണ്ടാവും അല്ലേ ഡാഡി? എന്തിനാ അത്രയും വലിയ കാത്തിരിപ്പ്? കോടതിയുടെ ചരിത്രത്തിൽ അതിവേഗത്തിൽ വിചാരണയും വിധിയും നടപ്പാക്കാൻ പോകുന്ന കേസായിരിക്കും ശിവാനി ശിവ കൊലക്കേസ്. ആ മോൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ ഭംഗിയായി നടന്നിട്ടുണ്ടല്ലോ. ഞാൻ ഉദ്ദേശിച്ചതിനും മേലെ അല്ലേ ഡാഡി എല്ലാം നടന്നത്? യെസ്. ഇനി എന്തിനാ ഇവിടെ നിന്ന് ടൈം കളയുന്നത്? ഇവിടുത്തെ അംഗങ്ങളൊക്കെ മതിയാക്കി മോൾ എന്റെ കൂടെ വാ. എങ്ങോട്ട്? ഡൽഹി എന്ന സ്ഥിരാകേന്ദ്രത്തിലേക്ക്, അല്ലെങ്കിൽ ദുബായ്, അതുമല്ലെങ്കിൽ മൗറീഷ്യസ്. അങ്ങനെ 2 ഭൂഖണ്ഡങ്ങളിലായി പരന്നു കിടക്കുന്ന ഡാഡിയുടെ ഏത് താവളത്തിലേക്കും മോൾക്ക് പറന്നിറങ്ങാമല്ലോ. അതിന് സമയമായിട്ടില്ല ഡാഡി. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു പൈസയ്ക്ക് ഗതിയില്ലാത്തവരോട് എന്ത് കാണിക്കാനാ മോളെ? കാണിച്ചതൊക്കെ പോരെ. മോൾ എന്റെ സാമ്രാജ്യത്തിലേക്ക് വാ. അവിടെ വലിയ വമ്മന്മാരോട് നിനക്ക് ഏറ്റുമുട്ടാം. ബിസിനസ് രംഗത്ത് ഡാഡിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരെ ഓരോരുത്തരെയായി ഡാഡി നിന്റെ മുന്നിലേക്ക് ഇട്ടുതരാം. അതിനൊരു അന്തസ്സുണ്ട്. ഇവിടുത്തെ ഗെയിം മതിയാക്കും മോളെ. നീ ഡാഡിക്കൊപ്പം വാ. ഇല്ല ഡാഡി, എന്റെ പോരാട്ടം പാതി വഴിക്കായതല്ലേ ഉള്ളൂ. മോളെ, ഇനി നമ്മളിവിടെ നിൽക്കണമെന്നില്ല. നമ്മൾ അവിടെ ഇരുന്ന് സെൽഫോണിലൊന്ന് വിരലമർത്തിയാൽ മതി. ഇവിടെ എല്ലാം അതിന്റെ വഴിക്ക് നടന്നോളും.
അവർക്ക് 3 ആൾക്കും ജാമ്യവും കിട്ടില്ല, കനത്ത ശിക്ഷയും കിട്ടും. എന്താ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? അയ്യോ, എനിക്ക് ഒരു വിശ്വാസക്കുറവും ഇല്ല ഡാഡി. പിന്നെന്തിനാ അമാന്തിക്കുന്നത്? മോള് ഡാഡിക്കൊപ്പം വാ. ഡാഡി എന്നെ ഇപ്പൊ അതിന് നിർബന്ധിക്കണ്ട. ഈ ഒരു അവസരത്തിൽ ഞാൻ ഡാഡിക്കൊപ്പം ഫ്ലൈറ്റ് കയറിയ ഒരുപക്ഷെ എനിക്കെതിരെ ഇവിടെ പല ആക്ഷേപങ്ങളും ഉണ്ടായിന്ന് വരും. ഡാഡിയുടെ മകൾ ഒരു ഭീരുവാണെന്നും ഭയം നോടിയതാണെന്നും പല ഇല്ലാക്കഥകളും ഇവിടെ പരക്കും. അതുണ്ടാവാൻ പാടില്ല ഡാഡി. മോളെ, പ്ലീസ് ഡാഡി, എന്നെ നിർബന്ധിക്കരുത്. ഡാഡിക്കൊപ്പം വന്ന് നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, ഞാൻ വരും. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒന്നുകൂടി ചെയ്തു തീർക്കാനുണ്ട്. എന്ത്? വയലോരം വീട്ടിലെ ആ പൊട്ടിപ്പെണ്ണ് കുട്ടിമണിയുടെ അന്ത്യം. എന്റെ കലി അടങ്ങണമെങ്കിൽ അവൾ ഈ ഭൂമിക്ക് മുകളിൽ നിന്ന് ഇല്ലാതാവണം. എന്നെ ദ്രോഹിച്ച വയലോരം വീട്ടുകാരെ മുഴുവൻ ആ ദ്രവിച്ച വീട്ടിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് ചാരമാക്കണമെന്നുണ്ട്. വയലോരം വീട് മൊത്തത്തിൽ ദഹിക്കാൻ പാടില്ല. അവസാനം വരെ നീറി നീറി കഴിയണോ അവിടെ ഉള്ളവര്. അതിനുള്ള ഒരേ ഒരു വഴി അവളുടെ മരണോ, ആ പൊട്ടി കുട്ടിമണിയുടെ. വയലോരം വീടിന്റെ അന്ത്യം കാണാതെ ഞാൻ അടങ്ങില്ല. എന്നിട്ട് ഡാഡി എന്നെ വിളിക്കും. മോറീഷ്യസിലേക്കോ ദുബായിലേക്കോ എവിടേക്ക് വേണമെങ്കിലും ഞാൻ വരാം. ഞാൻ വരും. അറസ്റ്റിലായിട്ടും മതികല പുറത്തിറങ്ങിയെന്നോ? അതെ, ശിവാനിയുടെ മരണം ആത്മഹത്യ ആയിരുന്നില്ല. മതികല അവളെ കൊന്നതാ. മുംതാസ് മാഡത്തിന്റെ അന്വേഷണത്തിൽ കുറ്റക്കാരി മതികലയാണെന്ന് വ്യക്തമായതുകൊണ്ടാ അവളെ കസ്റ്റഡിയിലെടുത്തത്. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ മുംതാസ് മാഡത്തിന് അവളെ വെറുതെ വിടേണ്ടി വന്നു. എനിക്ക് ആകെ പേടിയാവുന്നു ഡോക്ടറെ. അവളുടെ അറസ്റ്റോടെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയതാ. പക്ഷെ മതികല പുറത്തിറങ്ങിയ സ്ഥിതിക്ക് ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. അവള് നമ്മുടെ കുട്ടിമണി അപായപ്പെടുത്താൻ ശ്രമിക്കുക തന്നെ ചെയ്യും. അവളെ തടയാനായാലും തല്ലാനായാലും വയലോരം വീട്ടിലിപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. ബാലേട്ടനോ സിജനോ ഉണ്ടായിരുന്നെങ്കിൽ അവളിങ്ങനെ തുനിഞ്ഞിറങ്ങില്ലായിരുന്നു. സീത, ഡോൺ വെറി, കുട്ടിമണിക്ക് ഒന്നും സംഭവിക്കില്ല. കുട്ടിമണി ഇവിടെ ഇപ്പോ പ്രത്യേക സുരക്ഷയിലാണല്ലോ ഉള്ളത്. സീതയ്ക്കൂടെ അത് ബോധ്യപ്പെട്ടതല്ലേ? അറിയാം ഡോക്ടറെ. പക്ഷേ മതികല ഇതൊന്നും കണ്ട് പിന്മാറിയെന്ന് വരില്ല. കുട്ടിമണിയെ അപായപ്പെടുത്താൻ പ്രതിജ്ഞയ്ക്ക് കഴിയാതെ പോയതിന്റെ കലയുള്ളതുകൊണ്ട് തന്നെ കുട്ടിമണിയെ ഉന്നം പിടിച്ചുകൊണ്ട് തന്നെ അവൾ ഇറങ്ങും. ഇങ്ങനെ മനസ്സ് കൈവിടല്ലേ. കുട്ടിമണിയുടെ സുരക്ഷയിന്മേലുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് വിട്ടേക്കൂ. ഇവിടെ വെച്ച് കുട്ടിമണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡോക്ടർക്ക് അങ്ങനെ പറയാം. പക്ഷേ എനിക്ക് ആദ്യമുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും ഒരു മെന്റൽ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ മതികല പുറത്തു വന്നില്ലേ? ആ സർട്ടിഫിക്കറ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ അവൾ ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല. സീത പേടിക്കണ്ട. ഞാൻ ഇത് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അവളുടെയോ അവൾ അയക്കുന്നവരുടെയോ നിഴൽവട്ടം പോലും ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരാൻ പാടില്ല. ജാമ്യം കിട്ടി ബാലേട്ടനോ സിജനോ ഒന്ന് പുറത്തു വന്നോട്ടെ. പിന്നെ അവരുണ്ടല്ലോ. അതുവരെ കുട്ടിമണിക്ക് ഒരാപത്തും വരാതെ നോക്കേണ്ടത് ഞാനല്ലേ ഡോക്ടറെ? അറിയാം, കുട്ടിമണിയുടെ മേലുള്ള സീതയുടെ ഉത്തരവാദിത്തം എത്ര വലുതാണെന്ന് എനിക്കറിയാം. സീത ഇങ്ങനെ ആശങ്കപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. മതികലയുടെ മെന്റൽ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞാൽ അവളെ അവർക്ക് വീണ്ടും അറസ്റ്റ് ചെയ്യാൻ കഴിയുമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഡോക്ടറെ. കേസ് അന്വേഷിച്ച മുംതാസ് മാഡം തന്നെ ഇപ്പൊ ഏതാണ്ട് തകർന്ന അവസ്ഥയിലാ. ഈ കേസ് എത്രത്തോളം വിജയം കാണുമെന്ന് ഇപ്പൊ അവർക്ക് ഒരു ഉറപ്പുമില്ല. മതികലയെ സഹായിക്കുന്നത് അവളുടെ പുതിയ ഡാഡിയാ. അയാള് പണം വാരി എറിയുന്നത് കൊണ്ടാണല്ലോ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാരും അവളുടെ ഭാഗത്ത് നിൽക്കുന്നത്. മുംതാസ് മാഡത്തിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇനി ആകെയുള്ളൊരു പ്രതീക്ഷ സവിത മാഡോ. കോടതിയിലെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ബാലേട്ടന്റെ സിജന്റെയും പിച്ചളയുടെയും നിരപരാധിത്വം അവിടെ തെളിയിക്കപ്പെടും. 3 പേരെയും കോടതി ജാമ്യത്തിൽ വിടും. സവിത മാഡം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. കുട്ടിമണിയുടെ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവര് 3 പേരും പുറത്തു വന്നേ പറ്റൂ. വരും. ഇക്കാലവും കോടതിയുടെ കണ്ണു മൂടിക്കെട്ടാൻ മതികലയ്ക്ക് കഴിയില്ലല്ലോ. ചോരക്കുതി കൊണ്ട് അവളുടെ കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുക. അവളുടെ തോന്നിയാസങ്ങൾ കാരണം
2 കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞങ്ങള് കണ്ണീര് കുടിക്കല്ലേ. വെറുതെ ടെൻഷൻ ആവണ്ട. കുട്ടിമണിയുടെ സുരക്ഷയിൽ ഒരു വീഴ്ചയും സംഭവിക്കില്ല. സമാധാനമായിട്ട് പോയിട്ട് വാ. ചെന്ന് വീട്ടിലുള്ള അപ്പച്ചി അമ്മയും അപ്പച്ചി അപ്പനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. എന്താ ജെസ്സി പറയാനൊരു മടി? അത് പറയാൻ പോകുന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ജാമ്യത്തിനുള്ള നടപടിക്രമങ്ങൾ അവസാന സ്റ്റേജിലെത്തിയതാ. ബട്ട് എല്ലാം അവസാന നിമിഷത്തിൽ തകിടം മറിഞ്ഞു. 3 ആൾക്കും ജാമ്യം കിട്ടിയില്ല. വളരെ ബുദ്ധിപൂർവം അണിയറയിൽ ആരോ കളിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പൊ ബാലനും മനസ്സുജനും പിച്ചളയും ഒരിക്കലും പുറത്തു വരില്ലേ? അങ്ങനെ ഒരിക്കലും പുറത്തു വരാതിരിക്കാനാവില്ല. ഇപ്പോഴത്തെ ജാമ്യം തടസ്സപ്പെട്ടെന്നേ ഉള്ളൂ. 3 ആൾക്കും ജാമ്യം കിട്ടുമെന്ന് സവിതാമ്മയുടെ ഉറപ്പ് തന്നതല്ലേ, പിന്നെന്താ പറ്റിയ? അത് പറഞ്ഞല്ലോ, ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, മതികലയും ഡാഡിയും തന്നെയാ. ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇത് ആദ്യത്തെ അനുഭവം. സവിത മാഡം വല്ലാത്ത മൂഡ് ഓഫില. നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനൊരു മടി. എന്ന് വെച്ച് കാര്യം പറയാതിരിക്കാനാവില്ലല്ലോ. അതാ ഞങ്ങൾ നേരിട്ട് വന്നത്. ജയിലിലുള്ളവർക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി മതികല പല കളികളും കളിക്കുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അതിത്ര കണ്ടങ്ങ് വിജയിക്കുമെന്ന് കരുതിയില്ല. അവളീ കാണിക്കുന്നത് അവളുടെ ഒടുക്കത്തെ കളിയാ. ബാലേട്ടനും സിജനും പിച്ചളയൊക്കെ ജയിലിൽ നിന്ന് വരുന്നത് മനസ്സിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഞങ്ങള്. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം ഇല്ലാതാക്കിയില്ലേ. അവള് കളിച്ച് കളിച്ച് എങ്ങോട്ടാണ് ഈ പോകുന്നത്? രവി പുറത്തു വരാതിരിക്കാനും അവള് പണി ഒപ്പിച്ച്. എന്തോ ഭാഗ്യത്തിന് തമ്പിസാറിന് മാത്രം ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞു. ആ നശിച്ചവള് അവളുടെ ഡാഡിയും വിചാരിച്ച കയ്യിലെടുത്ത് അമ്മാനോടാൻ കഴിയുന്നതാണോ ഇവിടുത്തെ നീതി നിയമമൊക്കെ? എന്തടിസ്ഥാനത്തിലാ ബാലേട്ടന്റെ സിജന്റെയും പിച്ചളയുടെയും ജാമ്യം നിഷേധിച്ചത്? അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അതൊന്നും ഞങ്ങളുടെ കൺട്രോളിലല്ലല്ലോ. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഇക്കാര്യത്തിൽ അതിയായ രോഷമുണ്ട്. അന്ന് അവളെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴും സംഭവിച്ചത് ഇതിന് സമാനമാണല്ലോ. എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നിപ്പോകുന്നു. ഈ ലോകം ഇങ്ങനെയൊക്കെയാ. ഇനിയിപ്പോ കുട്ടിമണി പുറത്തു വരുമ്പോ ബാലനും മനസ്സുജനും പിച്ചളയും ഒന്നും ഇവിടെ ഇല്ലെന്ന് വന്നാൽ അത് കൂടുതൽ വിഷമമാവില്ലേ? അവര് ജയിലിൽ നിന്ന് വരുമ്പോ കുട്ടിമണിയെ കൊണ്ടുവന്നാ മതിയെന്ന് തീരുമാനിച്ചിട്ടിപ്പോ എനിക്കൊന്നും അറിയാൻ മേലേ. ഇവിടെ അവര് ജയിച്ചു എന്ന് വെച്ച് പൂർണ്ണമായും തോറ്റുകൊടുത്ത് ശരിയാവില്ലല്ലോ. നമുക്ക് ശ്രമിക്കാം. അവര് പണം കൊണ്ട് കളിക്കുമ്പോൾ നമുക്ക് സത്യം കൊണ്ട് പരിശ്രമിക്കാം. വീണ്ടും അവള് തന്നെ ജയിച്ചു. മടുത്തു, മതിയായി. പോട്ടെ, സാരല്ലാന്നൊന്നും പറയണതിൽ അർത്ഥമില്ലാന്നറിയാം. എന്നാലും ഇങ്ങനെ തളരരുത്. ജാമ്യം കിട്ടിയില്ലാന്ന് വെച്ച് എല്ലാം അവസാനിക്കുന്നില്ലല്ലോ. ജാമ്യത്തിനൊരു തടസ്സം ഉണ്ടാവില്ല എന്ന് വക്കീല് തർപ്പിച്ച് പറഞ്ഞതല്ലേ. എന്നിട്ടും ആ സബിതാ വക്കീല് വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവര് അവസാന നിമിഷം കാലുമാറി കാണുമോ? ഏയ്, ഇക്കാര്യത്തിൽ അവരെ കുറ്റം പറയണ്ട, സംശയിക്കും വേണ്ട. ജാമ്യം കിട്ടണമെങ്കിൽ അവര് മാത്രം വിചാരിച്ച പോരല്ലോ. അതെ ബാലേട്ടാ, വക്കീലൊരു കളിയും കളിച്ചില്ല. നമുക്ക് ജാമ്യം കിട്ടാതിരിക്കാൻ കളിച്ചത് അവള് തന്നെയാ, ആ മതികലയും ഡാഡിയും. പോലീസുകാരെ വരെ പാട്ടിലാക്കാൻ കഴിയുന്നവർക്ക് വേറെ എന്താ ആകാത്തത്? നമ്മൾ പുറത്ത് കടക്കാതിരിക്കാൻ വേണ്ടി ഡാഡി പണം വാരി എറിഞ്ഞു കാണും.
ഇത് തന്നെയാവും ബാംഗ്ലൂരിൽ സംഭവിച്ചത്. അവിടെ എന്തോ ഭാഗ്യത്തിന് തമ്പി സാറിന് മാത്രം ജാമ്യം കിട്ടി. എല്ലാ കണക്കുകൂട്ടലിലും തെറ്റിയല്ലോ. അവിടെ വയലോരം വീട്ടിൽ എന്താവും സ്ഥിതി? ഇനിയിപ്പം കുട്ടിമണി എങ്ങനെ വയലോരം വീട്ടിലേക്ക് കൊണ്ടുപോവുക? നമ്മുടെ ജാമ്യം മുടക്കിയതിലൂടെ അവൾ പലതും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. എന്ത് വില കൊടുത്തും അതിനെയൊക്കെ മറികടന്നേ തീരൂ. ഇതിനകത്തു നിന്ന് എന്ത് മറികടക്കാനാണ് ബായ്? നമ്മളെല്ലാവരെയും ഗതികേടിലാക്കുക എന്നുള്ളത് തന്നെയാണല്ലോ അവളുടെ ലക്ഷ്യം. അവരിപ്പം പുറത്ത് ആഘോഷിക്കോ? ഡാഡി, നിനക്ക് സന്തോഷമായില്ലേ മോളെ? ആയോന്നോ? സന്തോഷം കൊണ്ട് എനിക്ക് തുള്ളിച്ചാടാൻ തോന്നുവാ. ഡാഡി നിനക്ക് തന്ന വാക്ക് പാലിച്ചു. വയലോരം വീട്ടിലെ 3 ആൾക്കും ജാമ്യം കിട്ടിയില്ല എന്ന് മാത്രമല്ല, എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കണമെന്ന ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് കൂടി ഉണ്ടായില്ലേ? ഡാഡിയുടെ ഇന്നത്തെ ഗിഫ്റ്റായിട്ട് ഇനി എന്താ വേണ്ടേ? അയ്യോ, ഇത് തന്നെ ധാരാളം. ഡാഡിയുടെ റീ എൻട്രിയിൽ തന്നെ ആകെ എല്ലാവരും ഒന്ന് തകർന്നതല്ലേ. എന്റെ ഡാഡി വിചാരിച്ച ഇതല്ല ഇതിനപ്പുറം സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. താങ്ക്സ് ഡാഡി. അവരുടെ ജീവിതം ഇനി കോടതിയിലും ജയിലിലുമായിട്ട് അങ്ങ് നീണ്ടുപൊക്കോളും. മോളോട് കളിച്ച ഇങ്ങനെയായിരിക്കും അവർക്ക് ബോധ്യപ്പെട്ടല്ലോ. ആ, ഇനി അവരെ നുള്ളാനും പിച്ചാനൊന്നും നിൽക്കേണ്ട മോളെ. ഡാഡി വീണ്ടും പറയാ, നീ വാ, വന്ന് ഡാഡിയെ ബിസിനസ്സിൽ സഹായിക്കേ. എന്റെ ഡാഡി, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മനസ്സ് മുഴുവൻ വയലോരം വീടാ. ആ വീട്ടിലെ അസത്ത് ജന്തുക്കളാ. അവരുടെ അധപ്പതനം കാണാതെ മതികല ഇനി എങ്ങോട്ടും ഇല്ല. കുട്ടിമണി എന്റെ കൈകൊണ്ട് തീരാൻ വിധിക്കപ്പെട്ടവളാ. അതുകൊണ്ടാ അവളുടെ ആരാച്ചാരായി കെട്ടിയിറക്കിയ പലരുടെയും കയ്യിന്ന് തലനാരിഴയ്ക്ക് അവള് രക്ഷപ്പെട്ടിട്ടുള്ളത്. അവളുടെ അന്ത്യവും അടക്കവും കാണാതെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടുമില്ല. എന്റെ മോളെ, ആ മന്ദബുദ്ധിയുടെ ചോര നിന്റെ കയ്യിലാക്കണ്ട. ആ പണി ആർക്കെങ്കിലും വിട്ടുകൊടുത്തിട്ട് നീ വാ. അതൊക്കെ കുറെ നോക്കിയതല്ലേ. ഇനി ആ ദൗത്യം ആരൊക്കെ ഏറ്റെടുത്താലും ഒരുപക്ഷെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞൂന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു, കുട്ടിമണിയുടെ മരണം അതെന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന്. നീ കലി തീർക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ കലി കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറാതെ നോക്കണം. കണ്ണിൽ ഇരുട്ടായാൽ പിന്നെ എന്താ ചെയ്യാന്നും പറയാന്നും ബോധം ഉണ്ടാവില്ല. അതോർത്ത് ഡാഡി ടെൻഷൻ അടിക്കണ്ട. കലിവേഷം കെട്ടിയ വേഷം അഴിയുമ്പോ ദാ ഇങ്ങനെ തിരിച്ചു വരാനും എനിക്കറിയാം. ബാലനും മനസ്സിജനും പിന്നെ ആ ഏറാമൂളി പിച്ചളയ്ക്കും ജാമ്യം കിട്ടാതെ പോയെങ്കിൽ എന്താ ഡാഡി അതിന്റെ അർത്ഥം? കുട്ടിമണിയെ അവസാനമായിട്ടൊന്ന് കാണാനുള്ള അവസരം പോലും അവർക്ക് നഷ്ടപ്പെട്ടു എന്നല്ലേ? ജീവന് തുല്യം സ്നേഹിച്ച് കുട്ടിമണിയുടെ മരണവാർത്ത കേട്ട് അവസാനമായിട്ട് ആ മുഖം ഒന്ന് കാണാൻ പോലും കഴിയാതെ, ആ നെറുകയിലൊന്ന് ചുംബിക്കാൻ പോലും കഴിയാതെ ജയിലഴിക്കുള്ളിക്കിടന്ന് കരയണം ആ വയലോരം വീട്ടിലെ ബാലേട്ടൻ. പിന്നെ ആ മനസ്സുജൻ, വയലോരം വീട്ടിലെ പൊട്ടിപ്പെണ്ണിനെ കെട്ടാൻ മനസ്സ് കാണിച്ച മഹാത്യാഗി. അവന്റെ കുട്ടു എന്റെ കൈ കിടന്ന് പെടഞ്ഞ് പെടഞ്ഞ് മനസ്സിജാന്ന് വിളിച്ച് അവസാനിക്കും. ഞാൻ കാരണം അവക്കേത് നിമിഷവും എന്തും സംഭവിക്കുമെന്ന് മനസ്സിജന് നന്നായിട്ട് അറിയാം. ജാമ്യം കിട്ടാതായതോടെ അവന്റെ നെഞ്ചിലെ പിടപ്പ് കൂടിയിട്ടുണ്ടാവും. കുട്ടിമണിയെ ചിതയിലേക്ക് എടുക്കുമ്പോ പോലും എന്റെ കുട്ടൂന്നും വിളിച്ച് ഓടി അടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കോടതി അവൻ അനുവദിക്കരുത്. ഇല്ല മോളെ, അതിനുള്ള കരുക്കൾ ഞാൻ നീക്കാം. താങ്ക് യു ഡാഡി. രോഗം ഭേദപ്പെട്ട് പുറത്തു വരാനിരുന്ന കുട്ടിമണിയെ കാണാൻ ആഗ്രഹിച്ചിരുന്നവൻ ജീവിത അവസാനം വരെ ആ പൊട്ടിപ്പെണ്ണിനെ ഓർത്ത് ജയിലിനുള്ളിൽ കിടന്ന് നീറണം. ഒരു ഭാഗത്ത് കുഞ്ഞുമണിയെക്കുറിച്ചുള്ള ആദി, മറുഭാഗത്ത് കുട്ടിമണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ. ഉണ്ണാനോ ഉറങ്ങാനോ കഴിയാതെ തലപ്രാന്ത് പിടിച്ചതുപോലെ മനസ്സുജന് ജയിലിൽ കഴിയേണ്ടി വരണം. പിന്നൊരുത്തനുണ്ട്, ആ പിച്ചള. മനസ്സുജന് ദാസ്യവേല ചെയ്യുന്നവൻ. അരക്കിട്ടുറപ്പിച്ചതുപോലെ മനസ്സുജന് വേണ്ടിയും വയലോരം വീടിനു വേണ്ടിയും നിൽക്കുന്ന പിച്ചളയ്ക്ക് തകരാൻ കൺമുമ്പിൽ ആത്മമിത്രമായ മനസ്സുജന്റെ അധപതനം മാത്രം മതി. ഇപ്പുറം വയലോരം വീട്ടില് കണ്ണീരും പിച്ചച്ചട്ടി. എന്റെ മോളെ, കുട്ടിമണിയുടെ ജീവൻ കൊണ്ട് ഇത്ര വലിയൊരു കണക്ക് തീർക്കാൻ കഴിയുമെന്ന് ഡാഡി അറിഞ്ഞിരുന്നില്ല.
കഴിയും ഡാഡി. ആ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാ പിന്നെ ഈ പുന്നര മോള് ഡാഡിയുടെ അരികിലേക്ക് വരും. ഓക്കെ മോളെ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ. ഓക്കെ. കുട്ടിമണി, നാളത്തെ സൂര്യോദയം അവള് കാണില്ല. എന്റെ പരുത്തിക്കാവിലമ്മേ, ഞാൻ എന്താ ഈ കാണുന്നത്? എങ്ങനെയാ ഇത് സംഭവിച്ചത്? ശാരദേ, അച്യുതാ, മോളെ സീതേ, ഒന്നിങ്ങോട്ട് വന്നേ. യോ, എന്തോ വലിയ കാലക്കേടാണല്ലോ കാണിക്കുന്നത്. എന്താ സുഭദ്രേ? നിങ്ങളൊന്ന് നോക്കിയേ. അയ്യോ അയ്യോ, ഇതെങ്ങനെ? അതാ എനിക്ക് പിടികിട്ടാത്തത്. താനേ സംഭവിച്ചതാണോ അതോ? താനേ സംഭവിച്ചതാണെങ്കിൽ അതൊരു വലിയ അപകടത്തിന് സൂചനയാ സുഭദ്രേ. എന്താവോ അത്? ശാരദേ, അച്യുതാ, നിങ്ങൾ എന്താ കാണിച്ചു തന്നത്? എന്താ ആപത്താ വരാൻ പോണത്? എന്റെ മുരുക, സുഭദ്രേ, ഇതിപ്പോ ആരെങ്കിലും കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിലും അല്ല, ശാരദ അച്യുതന് എന്തോ അപകടം കാണിച്ചു തന്നതാ. എന്റെ പരുത്തിക്കാവിൽ അമ്മേ.
കുട്ടിമണി കുട്ടിമണിക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ ഒന്ന് വേഗം വാ. എന്താ മോളെ? നമ്മുടെ കുട്ടിമണി. കുട്ടിമണിക്ക് എന്താ മോളെ? അവിടുന്ന് കൃഷ്ണ ഡോക്ടറെ വിളിച്ചതാ. നമ്മുടെ കുട്ടിമണി പോയി അപ്പച്ചപ്പ. നീ ഇപ്പൊ എന്താ പറഞ്ഞത്? കുട്ടിമണി പോയെന്നോ? എവിടേക്ക് പോയെന്ന്? അസ്ഥിത്തറ പൊട്ടിത്തെറിച്ച നിലയിൽ കാണിച്ചു തന്നത് വെറുതെ അല്ല. എന്റെ മുരുക, ഇത്രയും വേണമായിരുന്നു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. എന്റെ കുട്ടി എന്നെ വിട്ടിട്ട് എങ്ങും പോവില്ല. എനിക്ക് കാണണം എന്റെ കുട്ടിയെ. കുട്ടിമണി. എന്തുപറ്റി വലേട്ടാ? ഏയ്, മൊത്തത്തിലൊരു സുഖമില്ലായ്മ. രാത്രിയിൽ ഞാൻ ശ്രദ്ധിച്ചു, ഉറങ്ങാതെ എണീറ്റിരിക്കുമായിരുന്നല്ലേ? എന്താണെന്നറിയില്ല, പതിവില്ലാത്ത ചിലതൊക്കെ നടക്കുന്നു. സാധാരണ കിടന്ന ഉടനെ ഉറക്കം വരുന്നതാ. ഇന്നലെ രാത്രി ഉറക്കം വന്നതേയില്ല. ഇവിടെ എത്തിയ പിന്നെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ദിവസത്തിന് ഒരു ആണ്ടിന്റെ ദൈർഘ്യ തോന്നുന്നത്. മുമ്പൊന്നും ഇങ്ങനെ തോന്നിയിട്ടേ ഇല്ല. നമുക്ക് സ്നേഹിക്കാനും നമ്മളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവുമ്പോ അങ്ങനെയൊക്കെ തോന്നും പിച്ചളെ. രാത്രിയിൽ ഉറക്കം കിട്ടാതെ ബാലട്ടൻ പ്രയാസപ്പെട്ടതെങ്കിൽ നേരെ മറിച്ചായിരുന്നു എന്റെ സ്ഥിതി. പതിവിൽ നിന്നും വ്യത്യസ്തമായി സുഖസുന്ദരമായ സ്വപ്നങ്ങൾ കാണാൻ പറ്റി. കുട്ടുവിനെ കുഞ്ഞുമണിയൊക്കെ കണ്ടു. നമ്മൾ ജാമ്യം നേടി പുറത്തു വന്നു. അതിന് സമമായി കുട്ടു ചികിത്സാ മുറിയിൽ നിന്നും പുറത്തു വന്നു. ആ മുഖത്തെ തിളക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ദിവസങ്ങളോളം ഇരുട്ടുമുറി കടന്നിട്ട് പുറത്തെ വെളിച്ചത്തിലേക്ക് വന്നതിന്റെ ഒരാവേശത്തിലായിരുന്നു കുട്ടു. ലെസ്ലി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഒരു അസുഖമില്ലാത്ത ഒത്തൊരു പെണ്ണായി എന്റെ കുട്ടു. അവിടെ നിന്ന് കുട്ടുവിനെ കൂട്ടി നേരെ വയലോര വീട്ടിലേക്ക് പോയി. പിന്നെ ഒന്നും പറയണ്ട, കളിയും ചിരിയൊക്കെ ആയിട്ട് ആകെ ഒരു ബഹളമയം തന്നെ. നടക്കാൻ പോണ കാര്യങ്ങളാ ഇങ്ങനെ സ്വപ്നായി കാണുന്നത്. വായി കണ്ട സ്വപ്നം നടക്കും. എന്താണ്? ഒന്നുമില്ല സാറേ, ജീവിതത്തിൽ സംഭവിക്കാൻ പോണ ചില നല്ല നിമിഷങ്ങളെ കുറിച്ച് പറയായിരുന്നു ഞങ്ങള്. അതും ഇവിടെ നിഷിദ്ധാണോ? സ്വപ്നെങ്കിലും കണ്ടോട്ടെ സാറേ ഞങ്ങള്. ആ ബാലനൊന്നിങ്ങി വന്നേ. വാ. പിച്ചളെ, അവരെന്തിനാ ബാലട്ടിനെ മാത്രമായിട്ട് വിളിച്ചോണ്ട് പോയത്? എന്തെങ്കിലും ചെയ്യാനായിരിക്കുമോ? എന്ത് ചെയ്യാനാണ് ബായ്? നമ്മളാരും ഒരു കുഴപ്പമുണ്ടാക്കിയില്ലല്ലോ ഇവിടെ. പിന്നെന്തിനാ ബാലട്ടിന് മാത്രം? ബാലേട്ടൻ പോയിട്ട് വരട്ടെ, അപ്പ അറിയാലോ. ബായ് വെറുതെ ടെൻഷൻ ആവണ്ട.